മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വനിതയായി സ്വയം വിശേഷിപ്പിച്ച കേരളത്തിലെ പ്രമുഖ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസുവിന്റെ വിയോഗം വൈദ്യശാസ്ത്ര ലോകത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഒരുപോലെ തീരാ നഷ്ടമാണ്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ 20,000-ലധികം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിന് അവർ നേതൃത്വം നൽകി. ജീവിച്ചിരിക്കുന്നവരെയാണ് ഭയപ്പെടേണ്ടത്, മൃതദേഹങ്ങളെ അല്ല എന്ന അവരുടെ വാക്കുകൾ തന്നെ ഫോറൻസിക് മെഡിസിനോടുള്ള അവരുടെ സമീപനം എത്രത്തോളം ശാസ്ത്രീയവും മനുഷ്യത്വപരവുമാണെന്ന് വെളിപ്പെടുത്തുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു അവർ. 68-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. വീട്ടിൽ കുഴഞ്ഞു വീണ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 20,000-ലേറെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഓരോ മരണവും ഡോക്ടർ ഷെർലിക്ക് ഓരോ കഥയായിരുന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി പ്രമാദമായ കേസുകളിൽ നിർണായകമായ കണ്ടെത്തലുകൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. മാവൂർ റോഡിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നാടോടി ബാലികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ അനുഭവം മാധ്യമപ്രവർത്തകർ KA സൈനുദ്ദീൻ ഓർത്തെടുത്തിരുന്നു. പ്രമാദമായ സഫിയ വധക്കേസിലും ഡോക്ടർ ഷെർലി വാസുവിന്റെ പരിശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണ്. നടനും അഭിഭാഷകനുമായ ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പലപ്പോഴും അവ്യക്തമായ തെളിവുകളിൽ നിന്ന് കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും